മോഷ്ടാവ് പക്കി സുബൈർ മാവേലിക്കരയിൽ പിടിയിലായത് മോഷണ ശ്രമത്തിനിടെ. കുടുക്കിയത് CCTV. 200ഓളം കേസുകളിൽ പ്രതിയായ അന്തർജില്ലാ മോഷ്ടാവ് പക്കി സുബൈറിനെ മാവേലിക്കര പോലീസ് തന്ത്രപരമായി കുടുക്കി. ജയിലിൽ നിന്നിറങ്ങി കഴിഞ്ഞ 2 മാസത്തിനിടെ മാവേലിക്കര, ഹരിപ്പാട്, അമ്പലപ്പുഴ, കരിയിലക്കുളങ്ങര, നൂറിനാട്, വള്ളികുന്നം, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ കടകളുടെ പൂട്ട് കുത്തിത്തുറന്ന് 200ഓളം മോഷണം നടത്തിയ ശൂരനാട് തെക്കേ മുറിയിൽ കുഴിവിള വടക്കതിൽ പക്കി സുബൈർ എന്ന് വിളിക്കുന്ന സുബൈറിനെയാണ് മാവേലിക്കര പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അതിസാഹസികമായി ഓടിച്ചിട്ട് പിടികൂടിയത്. പോലീസ് വലവിരിച്ച് കാത്തിരിക്കുമ്പോൾ തന്നെ മോഷണത്തിനിറങ്ങിയ പക്കി സുബൈറിനെ കുടുക്കിയത് CCTV ആണ്. മോഷണ ശ്രമത്തിലൂടെ വീട്ടുടമയുടെ ഫോണിൽ അലാറം മുഴങ്ങിയതോടെയാണ് മോഷ്ടാവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ചെട്ടികുളങ്ങര ആൽത്തറമുക്ക് സമീപം ബേക്കറി നടത്തുന്ന ആളുടെ വീട്ടിലാണ് പക്കി എത്തിയത്. ബേക്കറിയോട് ചേർന്നുള്ള വീട്ടിൽ അർദ്ധരാത്രിക്ക് ശേഷമാണ് പക്കി മോഷണത്തിനെത്തിയത്. ഇതോടെ വീട്ടുടമയുടെ മൊബൈലിൽ അലാറം മുഴങ്ങി. CCTV നോക്കിയപ്പോൾ സിറ്റൌട്ടിൽ ഒരാൾ നിൽക്കുന്നതായി കണ്ടു. വീട്ടുടമ ഉടൻ തന്നെ സുഹൃത്തിനെ വിവരം അറിയിച്ചു. ഇയാൾ ലാഹ റെയിൽവേ ക്രോസിന് സമീപം താമസിക്കുന്ന ഹരീഷ് എന്ന പത്രവിതരണക്കാരന് വിവരം കൈമാറി. ഈ സമയം വീടിന് പുറത്ത് എന്തോ ശബ്ദം കേട്ട് ജനാല തുറന്നു നോക്കിയപ്പോൾ വായിൽ ടോർച്ച് കടിച്ചു പിടിച്ച് ഒരാൾ വീടിന് മുന്നിലിരിക്കുന്ന സ്കൂട്ടർ കുത്തി തുറക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. വീട്ടുകാർ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും പെൺടോർച്ച് ഉപേക്ഷിച്ച് ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ഹരീഷ് പിന്നാലെ ഓടിയെങ്കിലും ഇയാൾ റെയിൽവേ ട്രാക്കിലേക്ക് കയറി മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് ഓടി മറയുകയായിരുന്നു. ഹരീഷ് ഉടൻ തന്നെ റെയിൽവേ ഗേറ്റ് സൂക്ഷിപ്പുകാരനെ വിവരം അറിയിച്ചു. ഗേറ്റ് കീപ്പറാണ് മാവേലിക്കര SIക്ക് വിവരം കൈമാറിയത്. ഇതോടെ സ്ഥലത്തെത്തിയ പോലീസ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് സാഹസികമായി ഇയാളെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന മോഷണങ്ങളെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ DYSP KN രാജേഷിന്റെ മേൽനോട്ടത്തിൽ മാവേലിക്കര CA നൌഷാദിന്റെ നേതൃത്വത്തിൽ പല സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. കഴിഞ്ഞ തവണയും മാവേലിക്കര പോലീസ് തന്നെയാണ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ 2 മാസമായി പല സംഘങ്ങളായി തിരിഞ്ഞ പോലീസ് സ്ഥിരമായി പക്കി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കടകളിലും രാത്രി 9 മണി മുതൽ നേരം പുലരും വരെ പതുങ്ങിയിരുന്ന് നിരീക്ഷിച്ചു വരികയായിരുന്നു. ട്രെയിൻ മാർഗമാണ് ഇയാൾ മോഷണത്തിന് പോകുന്നതെന്നറിഞ്ഞ പോലീസ് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരവെയാണ് പക്കി മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടിയിലായത്. അടിവസ്ത്രം മാത്രം ധരിച്ച് മോഷണം നടത്തിയിരുന്ന പ്രതി അതീവ വൈദഗ്ധ്യം ഉപയോഗിച്ചാണ് കടകളുടെ പൂട്ടുകൾ തകർത്തിരുന്നത്. പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ ബന്ധപ്പെടാത്തതും മോഷണശേഷം തൊട്ടടുത്ത വീട്ടിൽ കയറി കുളിച്ച് അവിടുന്ന് തന്നെ വസ്ത്രവും എടുത്ത് ആദ്യം കാണുന്ന ട്രെയിനിലോ ബസ്സിലോ കയറിപ്പോയി പൊതുസ്ഥലങ്ങളിൽ തന്നെ വിശ്രമിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ട്രെയിനിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അന്വേഷണത്തെ ദുഷ്കരമാക്കി.